ഇനി ഒരു മലരനോടും ഒരു മലരും പറയുവാൻ ഞാനില്ല. തൃപ്തിയായി. ഒരു നാൾ ഞാനും ഗോപിയെ പോലെ വളരും വലുതാകും എന്ന പാട്ടും പാടി കോട്ടയം മെഡിക്കൽ കോളേജിലെ പോലീസ് സെല്ലിൽ കിടക്കുകയാണ് പൂഞ്ഞാർ കേശവൻ. പിണറായി പിടിച്ച് ജയിലിലിട്ടില്ല എന്ന് കണ്ട് ചെന്ന് കോടതിയിൽ കയറി കൊടുത്തു. എന്നാലേ പൊളിറ്റിക്കൽ മൈലേജ് കിട്ടുകയുള്ളൂ എന്ന്. ഗോപിക്കെതിരെ കേസെടുത്തത് കൊണ്ടാണ് അത്രേ ഗോപി വളർന്ന് പന്തലിച്ചത്. അതുകൊണ്ടാണ് PC പാടിയത്, ഒരു നാൾ ഞാനും ഗോപിയെ പോലെ വളരും വലുതാകും, ഗോപിയെ പോലെ വലുതായിട്ട് MLA ആകും, BJP MLA ആകും. കോപ്പ അങ്ങ് പൂഞ്ഞാറ്റിൽ ചെന്ന് പറഞ്ഞാൽ മതിയെന്ന്. ഈ തെണ്ടുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക്? എന്തിനു കിടക്കുന്നു? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് വർത്താനം പറയുക. ഇവരൊക്കെ പോ, പാകിസ്ഥാൻ ഉണ്ടാക്കിയല്ലോ, പൊക്കോ, പോകുന്നില്ലല്ലോ. പിന്നെ വർത്താനം പറയുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്നതല്ല, കുളിച്ചു കച്ചവടമൊന്നും എനിക്കില്ല. ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവനാ, സത്യം പറയും. മുസ്ലിം വിദ്വേഷം വമിപ്പിച്ച് കാവിപ്പടയെ സുഖിപ്പിച്ച് തനിക്കും തന്റെ ഞരമ്പ് മകനും BJP-യിൽ എന്തെങ്കിലും ഒരു പദവി പുനഃസംഘടന വരുമ്പോൾ കിട്ടുമെന്ന് കരുതി സംഘി ചാനലിൽ പോയിരുന്ന് മുസ്ലിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളുവാൻ പറഞ്ഞ പൂഞ്ഞാർ കേശവനൊടുവിൽ കോടതിയിൽ കിടന്ന് പെടുത്തു മെഴുകി. ഇടയ്ക്കിടയ്ക്ക് തനിക്ക് സമനില തെറ്റുന്ന രോഗമുണ്ടെന്നും പ്രായവും പ്രായാധിക്യവും കൊണ്ടുള്ള രോഗങ്ങളുണ്ടെന്നും ഇരിക്കുവാൻ ജയിലിലെ കക്കൂസ് പോരെന്നും ആൻജിയോഗ്രാമും കൊളനോസ്കോപ്പിയും ഉൾപ്പെടെ പലതും ചെയ്യാനുണ്ടെന്നും ചികിത്സ നടത്തുവാൻ എത്രയും വേഗം ജാമ്യം നൽകണമെന്നും PC-യുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. എന്നാൽ വർഗീയത വെച്ച് കീച്ചാൻ നേരം ജോർജിനൊരു കുരുവും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് എതിർഭാഗവും ചോദിച്ചപ്പോൾ അതിന് PC പരസ്യമായി മാപ്പ് പറഞ്ഞല്ലോ എന്ന് മറുപടി പറഞ്ഞപ്പോൾ ഇത് ഇവന്റെ സ്ഥിരം രോഗമാണെന്നും ഇതിനു മുമ്പും സമാനമായ കുറ്റകൃത്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടെന്നും മറുഭാഗവും വാദിച്ചു. 30 കൊല്ലം ജനപ്രതിനിധിയായി നടന്ന ഒരാൾക്ക് കാട്ടുപോത്തിന്റെ ബുദ്ധി പോലും ഇല്ലെന്ന് കോടതിയും നിരീക്ഷിക്കുകയുണ്ടായി. എന്നാൽ ആന്റിസിഡൻസ് തെളിവുകൾ ഹാജരാക്കാതെ PC-യെ രക്ഷിക്കുവാൻ പ്രോസിക്യൂഷനും ഒത്തുകളിച്ചപ്പോൾ കോടതി ഇത് മനസ്സിലാക്കി തെളിവുകൾ ഹാജരാക്കുവാൻ പ്രോസിക്യൂഷനോട് കർശനമായി ആവശ്യപ്പെട്ടു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തെളിവുകൾ നിരന്നു. PC-യെ ചോദ്യം ചെയ്യാനായി വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുവാൻ കോടതി ഉത്തരവിട്ടു. തുടർന്ന് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി PC-യെ കോട്ടയം മെഡിക്കൽ കോളേജിലെ പോലീസ് സെല്ലിലേക്ക് മാറ്റി. കത്തോലിക്ക സഭയുടെയും സംഘപരിവാറിന്റെയും സീഡിംഗ് ക്യാമ്പയിൻ ഫണ്ട് കൈപ്പറ്റുന്ന ഒരു യൂട്യൂബ് ചാനൽ ഇത് PC-യുടെ ഒരു അടവ് നയമായി വാഴ്ത്തിപ്പാടി. ആശാൻ അടിതെറ്റി അമേദ്യത്തിൽ വീണപ്പോൾ അതും ഞങ്ങളുടെ ആശാന്റെ അഭ്യാസമായിരുന്നു എന്ന് പറഞ്ഞ പോലെയായിപ്പോയി അത്. അങ്ങനെ സംഘപരിവാറിന് തന്റെ നാർന്ന നാക്ക് വാടകയ്ക്ക് കൊടുത്ത PC ഒടുവിൽ ചട്ടിയിലായി. രാജ്യം ഭരിക്കുന്ന BJP-ക്ക് PC-യെ രക്ഷിക്കുവാൻ സാധിച്ചില്ല. സംസ്ഥാനത്തെ സമാന്തര സർക്കാർ എന്ന് അവകാശപ്പെടുന്ന കത്തോലിക്ക സഭയിലെ മെത്രാന്മാർക്കും PC-യെ രക്ഷിക്കുവാൻ സാധിച്ചില്ല. അറസ്റ്റുണ്ടായ സമയത്ത് എവിടെ നിന്നോ വാടകയ്ക്കെടുത്ത ബംഗാളികൾ മാത്രമായിരുന്നു കാഴ്ചക്കാരായി അവിടെ ഉണ്ടായിരുന്നത്. കുറവലങ്ങാട് മഠത്തിൽ മഠത്തിലമ്മയുടെ പവാട പൊക്കുവാൻ പോയി എന്ന കേസിൽ ജയിലിൽ കിടന്ന ഫ്രാങ്കോയെ എൻ്റെ അപ്പനാണെന്ന് പറഞ്ഞ് PC ജയിലിൽ പോയി കണ്ടിരുന്നു. എന്നാൽ ജയിലിലായ PC-യെ കാണുവാൻ ആ അപ്പൻ വന്നില്ല. PC-യും KM മാണിയുടെ മരുമകളുടെ ഭാഷയിൽ പറഞ്ഞാൽ PC-യുടെ എർത്തുചക്കനും അപ്പൻ്റെ ഈ ജയിൽവാസത്തിലൂടെ BJP-യുടെ ഉന്നത പദവികളിലെത്തുകയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നാമത്തിൽ 2 സീറ്റുകൾ തരപ്പെടുത്തും എന്ന് കരുതുന്നു. എങ്കിലും ഇതോടെ അപ്പന്റെയും മകന്റെയും കട്ടയും പടവും മടങ്ങും എന്ന് അവർ വിലയിരുത്തുന്നു. നിഷയുടെ ആത്മകഥ വായിച്ചാൽ ട്രെയിനിലെ ആ ഞരമ്പന്റെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല കുടുംബ ഭദ്രതയും തകരും. സാമൂഹിക വിപത്തായ നിലമ്പൂർ മൂരിക്ക് പോലും അറസ്റ്റുണ്ടായപ്പോൾ ഇതിലും വലിയ മാധ്യമശ്രദ്ധയും ജനപിന്തുണയും കിട്ടിയിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ വാർത്ത കവർ ചെയ്യുവാൻ വന്ന മാധ്യമങ്ങളുടെ മൈക്ക് കരിപൂണ്ടിറങ്ങി വന്ന PC തട്ടിത്തെറിപ്പിച്ചതും വിവാദമായതോടെ PC-യുടെ കാര്യത്തിന് മൊത്തത്തിലൊരു തീരുമാനമായി. ഈ അടുത്ത കാലത്തായി തന്റെ നിരീക്ഷണങ്ങൾ മുഴുവൻ തെറ്റിപ്പോകുന്ന നിരീക്ഷകൻ വക്കീൽ പറഞ്ഞത് ഈ അറസ്റ്റിലൂടെ PC ചെമ്പുഗോപിയെ പോലെ ശക്തനായി വരുമെന്നാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ 8 നിലയിൽ പൊട്ടും എന്ന് പ്രവചിച്ച നിരീക്ഷകനാണെന്ന് ഓർക്കണം. അപ്പോൾ ഈ പ്രവചനവും കൃത്യമാകുവാൻ സാധ്യതയുണ്ട്.
തൃശ്ശൂരിൽ എങ്ങനെയോ വെന്ത ആ പരിപ്പ് ഇനി കേരളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും വേകില്ല എന്ന് ഉറപ്പായി. ഇതുകൊണ്ടെങ്കിലും PC ഒരു പാഠം പഠിച്ചാൽ നന്നായിരുന്നു. എന്തായാലും PC-യുടെ ജാമ്യ ഹർജിയിൽ ഈരാറ്റുപേട്ട മുൻസിഫ് കോടതി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വിധി പ്രസ്താവിക്കും. തൊണ്ടി മുതലൊന്നും തോണ്ടിയെടുക്കേണ്ട ആവശ്യമില്ല എന്നും കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന്റെ ആവശ്യമില്ല എന്നും പൂഞ്ഞാർ കേശവന്റെ ആ നാർന്ന നാവാണ് തൊണ്ടി മുതൽ, അത് വായിൽ സുരക്ഷിതമായി കിടപ്പുണ്ട് എന്നും കേശവന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞാൽ ജാമ്യം ഉറപ്പാണ്. ജാമ്യം കിട്ടിയാൽ ഇനി ഒരു മലരും ഒരു മലരനോടും പറയില്ല എന്നാണ് PC പറയുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.